വളരെയധികം കോടാനുകോടി ഭക്തരുള്ള അയ്യപ്പ സ്വാമി എന്ന് പറയുന്ന ആ ഭക്തർക്കെല്ലാം ഇതിന്റെ മാനസിക വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഈ പൂച്ചയ്ക്ക് മണി കെട്ടുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നില് കേരളത്തിലെ ബഹുമാനരായിട്ടുള്ള കുറെ എംപിമാര് പോയി നിന്നിട്ട് ഈ പാട്ട് അവിടെ നിന്നുകൊണ്ട് പാടി വിദേശത്ത് സഹിതമുള്ള നാഷണൽ ചാനലുകൾ മുഴുവൻ അത് ടെലികാസ്റ്റ് ചെയ്തു. ഇത് അയ്യപ്പ ഭക്തന്മാർക്ക് വികാരം ഉണ്ടാവത്തില്ല. എത്രയോ ആളുകൾ 41 ദിവസം കഠിന വ്രതമെടുത്ത് ചെരുപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കട്ടിലിൽ പോലും കിടക്കാതെ തറയിൽ ഇറങ്ങി കിടന്ന് ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടുന്ന് കല്ലും മുള്ളും താണ്ടി ശബരിമലയ്ക്ക് പോകുന്ന ഒരുപറ്റം കഠിനാധ്വാനികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരുടെ വികാരമാണിത്. സർ, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള പാട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ള, അതായത് ഓരോ രാഷ്ട്രീയ കാര്യങ്ങളെയും എണ്ണി എണ്ണി പറയാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാരഡി ഗാനം. ഇപ്പൊ അതിനെതിരെ സാർ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഞാനൊരു രാഷ്ട്രീയ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ആളോ അതിന്റെ വക്താവോ അല്ല. എനിക്കൊരു രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ശബരിമലയുമായി നിൽക്കുന്ന സംഘടനകളുടെ അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ സെക്രട്ടറിയും തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയും കൂടാണ്. അപ്പൊ എന്റെ വിഷയം എന്ന് പറയുന്നത് അതല്ല. ഈ ഇലക്ഷൻ സമയത്ത് എന്തുപയോഗിച്ചോ അതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കിപ്പോ അറിയാം. എന്നെ കൂടുതൽ വേദനിപ്പിച്ച കാര്യം അതല്ല. ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നില് കേരളത്തിലെ ബഹുമാനരായിട്ടുള്ള കുറെ എംപിമാര് പോയി നിന്നിട്ട് ഈ പാട്ട് അവിടെ നിന്നുകൊണ്ട് പാടി വിദേശത്ത് സഹിതമുള്ള നാഷണൽ ചാനലുകൾ മുഴുവൻ അത് ടെലികാസ്റ്റ് ചെയ്തു. അങ്ങനെ ലോകം മുഴുവൻ അയ്യപ്പ സ്വാമിയെ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിഞ്ഞത്. കാരണം നമ്മളിവിടെ കേരളത്തിലെ ഒരു കൊച്ചു കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുന്ന ഇത് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ അതിനെ കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ കണ്ടുള്ളൂ. പക്ഷെ ഇന്നലെ ഇത്രയും ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികൾ പോയി നിന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ അയ്യപ്പ സ്വാമിയെ അവഹേളിക്കുക എന്ന് പറയുന്ന വിദേശത്ത് നിൽക്കുന്ന ഭക്തർ വരെയാണ് ഞങ്ങളോട് വിളിച്ചിട്ട് ഈ പരാതി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ പരാതി കൊടുക്കാതിരിക്കാൻ ഒട്ടുമേ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് പരാതി കൊടുത്തത്. ഞങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഇത് ആരാണ് ഉണ്ടാക്കിയത്, ആരാണിത് പുറത്തിറക്കി, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ തെരഞ്ഞെടുത്തിട്ടാണ് ഇന്ന് DGPക്ക് പരാതി കൊടുത്തത്. നമ്മളെ സംബന്ധിച്ചുള്ള ആവശ്യം എന്ന് പറയുന്നത് അയ്യപ്പ എന്നുള്ള ആ ഭാഗത്ത് അവര് അത് മാറ്റം വരുത്തി അവര് പാട്ടിറക്കുവോ അവര് കൂത്തുകളിക്കുകയോ എന്നും ചെയ്തോട്ടെ. പക്ഷേ അയ്യപ്പ സ്വാമിയുടെ പേര് അതിനെ ഉപയോഗിക്കരുത്. ഇത് ഭക്തരുടെ വികാരമാണ്. ഭക്തജനങ്ങൾ തന്നെയല്ല ഒരു മതത്തെ വികാരപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. വളരെയധികം കോടാനുകോടി ഭക്തരുള്ള അയ്യപ്പ സ്വാമി എന്ന് പറയുന്ന ആ ഭക്തർക്കെല്ലാം ഇതിന്റെ മാനസിക വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഈ പൂച്ചയ്ക്ക് മണി കെട്ടുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. ഇത് പരാതി കൊടുത്തപ്പോൾ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ നമ്മളെ വിളിച്ച് അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും DGPക്ക് പരാതി കൊടുത്തതെന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും യൂട്യൂബ് സഹിതമുള്ള എല്ലാ സ്ഥലത്തു നിന്നും അയ്യപ്പന്റെ പേരുള്ള അല്ലെങ്കിൽ ശാസ്താവെന്ന പേരുള്ള ആ ഭാഗം മാറ്റിയിട്ട് ഈ പാരഡി ഗാനം അവതരിപ്പിക്കട്ടെ. ഇത് കേൾക്കാനും കാണാനും ഒക്കെ ഇന്തം ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് അവര് അയ്യപ്പന്റെ പേര് മാറ്റി അവരെ അവതരിപ്പിക്കട്ടെ. ഇത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതല്ല. ഇവിടെ നമ്മുടെ വിവിധ തരത്തിലുള്ള മതങ്ങള് നമ്മളെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ നമ്മുടെ നാട്ടിൽ മറ്റുള്ള മതത്തിലോ ഏതെങ്കിലും യേശുദേവന്റെയോ അല്ലെങ്കിൽ നവദേവന്റെയോ ഒക്കെ പേരിൽ ഇതേ രീതിയിൽ അവഹേളനം കാട്ടുന്ന ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ സ്ഥിതി? അപ്പൊ ഇത് വികാരമാണ്. ഇത് അയ്യപ്പ ഭക്തർ എന്ന് പറയുന്ന വലിയൊരു വികാരമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ ഒരു മതേതര ക്ഷേത്രമെന്ന് അഭിമാനിക്കുകയും എന്നാൽ അയ്യപ്പ സ്വാമിയെ അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ പാരഡി ഗാനങ്ങൾ ഇറക്കി ഇന്നിതിന് തടയിട്ടില്ലെങ്കിൽ നാളെ വിവിധ ഗാനങ്ങളുമായിട്ട് പലരും വരും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഈ വികാരം നമുക്ക് കാണിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ DGPക്ക് പരാതി കൊടുത്തത്. ഇതിന്റെ പിന്നണി ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെന്തിന്റെ പേരിലാണ് ഈ ചേതോവികാരം അവർക്കുണ്ടായതെന്ന് നമുക്കറിയണം. ഈ അവഹേളനമാണോ അത് ലക്ഷ്യം വെച്ചത് എന്ന് നമുക്കറിയണം. അതെന്തായാലും ഇത് ശക്തമായ നടപടി സ്വീകരിക്കുകയും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്ന് ഈ അയ്യപ്പന്റെ കർത്താവിന്റെ പേരിൽ ശരണം വിളിക്കുന്നത് അത് അടിയന്തരമായി മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് DGPക്ക് പരാതി കൊടുത്തത്.
ഈ അയ്യപ്പ ഭക്തന്മാരെ പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ പാട്ടിൽ ഒരു അയ്യപ്പൻ എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ അയ്യപ്പനോട് പറയുന്നതായിട്ടും ആ ഒരു പാട്ടിനെ നമുക്ക് എടുക്കാമല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് ഇങ്ങനെ ഒരു പാട്ട് ഇറക്കുന്നത്. ആ ഒരു സമയത്ത് അതായത് തുടക്കത്തിൽ വേണമെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ ഇതിപ്പോ വൈറലായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ വരുന്നുണ്ട്. അതിനെന്താണ് മറുപടി പറയാനുള്ളത്? ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് കൊച്ചു കേരളത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ പാട്ട് പാടിയ ഒരു സ്ഥലമാണ്. ഇന്നലെ അത് ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ കൊണ്ടുപോയി ഈ ബഹുമാന്യരായിട്ടുള്ള എംപിമാർ ഈ പണി കാണിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ ഒരിക്കലും ഇതിനെ തമാശ രീതിയിൽ അല്ലെങ്കിൽ ഇതിനെ കേട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പൊ അങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്. പക്ഷേ പരാതി കൊടുത്തപ്പോൾ വളരെയധികം ഭക്തന്മാരാണ് അത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു എന്ന് വിളിച്ചിട്ട് അഭിനന്ദനം അറിയിക്കുന്നത്. അതും നമ്മൾ മറന്നുപോകാൻ പാടില്ല. അപ്പോൾ ഇതിന്റെ വികാരം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നവീദ് തിരുമേനിയെ സംബന്ധിച്ച ഒരു പാട്ടാണ് ഇപ്പൊ ഇറക്കുന്നു, അല്ലെങ്കിൽ യേശുദേവനെ സംബന്ധിച്ചാണ് പാട്ട് ഇറക്കുന്നത്, ആ ഒരു വിഭാഗം ഇത് കേട്ടുകൊണ്ടിരിക്കുമോ? അവർക്ക് വികാരം ഉണ്ടാവത്തില്ലേ? ഇത് അയ്യപ്പ ഭക്തന്മാർക്ക് വികാരം ഉണ്ടാവത്തില്ലേ? എത്രയോ ആളുകൾ 41 ദിവസം കഠിന വ്രതമെടുത്ത് ചെരുപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പിന്നെ നമ്മൾ കട്ടിലിൽ പോലും കിടക്കാതെ തറയിൽ ഇറങ്ങി കിടന്ന് ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടുന്ന് കല്ലും മുള്ളും താണ്ടി ശബരിമലയ്ക്ക് പോകുന്ന ഒരുപറ്റം കഠിനാധ്വാനികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരുടെ വികാരമാണിത്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളുടെ പഴയ പ്രസിഡന്റും കമ്മീഷനും ഉൾപ്പെടെ എല്ലാവരും സിനിമതറായി കിടക്കുവാണ്. അയ്യപ്പ ഭഗവാന്റെ അവിടെ പോയിട്ട് സ്വർണ്ണക്കൊള്ളയും പിന്നെ പാളിക്കൊള്ളയും എല്ലാം നടത്തി കോടാനുകോടി സംഭരിച്ച രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിൽക്കുവാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ അകത്ത് കിടക്കെന്ന് പറഞ്ഞാൽ ഈ വഴിക്കൂടി ഇനി ഭഗവാനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഒരു ഭക്തരെ സംബന്ധിച്ച് എന്നുള്ള നിലയ്ക്ക്, ഭക്തരെ സംബന്ധിച്ചുള്ള നിലയ്ക്കും അവർക്കെല്ലാം ഈ ഒരു വികാരം തന്നെയാണുള്ളത്. ഇത് മറ്റുള്ള അയ്യപ്പ ഭക്ത സംഘടനകളുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ നീങ്ങണം എന്നുള്ളത് തന്നെയാണ് തിരുവാഭരണ ഫൗണ്ടേഷൻ സംബന്ധിച്ചുള്ള അഭിപ്രായം. ഇതിപ്പോ ലോക്സഭയുടെ മുന്നിൽ ഇങ്ങനെ ഒരു പാട്ട് എംപിമാര് പാടി എന്നുള്ളതാണല്ലോ താങ്കളുടെ അടക്കം വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം കൂടെ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിവരങ്ങളും പുറത്തു വരണം എന്നായിരിക്കും താങ്കളും പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ അടക്കം ആ വിഷയം അവർ ചൂണ്ടിക്കാണിച്ചു എന്നത് പോസിറ്റീവ് കൂടെയായിട്ട് നമുക്ക് ഈ വിഷയത്തിന് എടുക്കാൻ പറ്റത്തില്ലേ? ഇവിടെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കാണുന്ന സമയത്ത് വികാരങ്ങളെ പുറപ്പെടുത്തിയല്ല പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാക്കുന്നത്. കാരണം പിന്നെ ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അത് വിവിധ ചാനലുകളിലെ ചർച്ചകളിൽ വരെ പോയിരുന്ന് അതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് ഇറങ്ങി അടിക്കുകയും ശബരിമല അയ്യപ്പന്റെ കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന വാജി വാഹനം ആ തന്ത്രി എടുത്തുകൊണ്ട് പോയത് ലോക ശ്രദ്ധയുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു ചാനൽ ചർച്ചയിൽ കൂടി ഞാനാണത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുക തന്നെ ചെയ്യുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ സെക്രട്ടറിയും തിരുവാഭരണപ്പാത സംരക്ഷണ സെക്രട്ടറിയുമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊക്കെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരാണ്. വർഷങ്ങളായിട്ട് തിരുവാഭരണ പാത എന്ന് പറയുന്ന തട്ടിക്കൊണ്ട് പോയത് മുഴുവൻ ഞങ്ങൾ തിരിച്ചെടുത്തവരാണ്. അപ്പൊ അയ്യപ്പന്റെ എന്ന് പറയുന്ന അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത് ഞങ്ങളുടെ വികാരമാണ്, ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഒക്കെ സ്നേഹിക്കുന്ന പോലെ ബഹുമാനിക്കുന്നത് പോലെ ഞങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ആള് തന്നെയാണ് അയ്യപ്പ ഭഗവാൻ. ആ അയ്യപ്പ ഭഗവാന് എതിരെ നല്ല സുന്ദരമായ ഒരു പാട്ടിനെ വികലമാക്കിക്കൊണ്ട് ഇതേ രീതിയിൽ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പാടുക എന്ന് പറയുന്ന അങ്ങേ അറ്റത്തെ വലിയ ഒരു ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. അത് മതവികാരത്തെ വ്രണപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ അയ്യപ്പ ഭക്തർക്ക് അതിന് ഏറ്റവും വലിയ പ്രതിഷേധം ഇക്കാര്യം.